നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഏകാദശിയാണ്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഏതെല്ലാം മന്ത്രങ്ങൾ ജപിക്കണം, ഇന്നേ ദിവസം ചെയ്യേണ്ട ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഏകാദശിയുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം വിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയുടെ ചിത്രവും രാധാകൃഷ്ണ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടക്കുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാന്റെ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് പോന്നിട്ടുള്ളവരാണ് നിങ്ങൾ. പല കഷ്ടതകളും ചില പ്രയാസങ്ങളും മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ കണ്ടു തുടങ്ങുന്നതായ സമയമാണ് എന്ന് പരാമർശിക്കാം. ചില കടാക്ഷങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അഥവാ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. കഷ്ടതകളും ദുരിതങ്ങളും ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് വരാം. ചില കഷ്ടപ്പാടുകൾക്ക് ഫലം ഭഗവാൻ നൽകുന്നതായ സമയം. കഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണമായ ഫലം തന്നെ ഒരു സമയത്തിനുള്ളിൽ അഥവാ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിപ്പിക്കേണ്ടത്, അത് നിലനിർത്തേണ്ടത് അനിവാര്യമാകുന്നു. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് വീടുകളിൽ വിളക്ക് തെളിയിച്ച് നെയ്വിളക്ക് തെളിയിച്ച് തന്നെ ഭഗവാനെ ആരാധിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർ അത് പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുത്തതായ വഴികളിൽ ചിലത് തെറ്റിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ചെറു പുഞ്ചിരിയോടെ തന്നെ പല കാര്യങ്ങളെയും നേരിടുവാൻ നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ നേരിട്ട് ധൈര്യത്തോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ആത്മവിശ്വാസം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. എന്നാൽ കഠിനാധ്വാനത്തോടുകൂടി ശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കഷ്ടപ്പെട്ടാലും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എത്ര തന്നെ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ പാഴാകില്ല, അല്ലെങ്കിൽ ഒരു പരിധിവരെ അനുകൂലമായ കാര്യങ്ങൾ, ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിലും നിങ്ങൾക്ക് ആധിപത്യം പുലർത്തുവാൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് സുഹൃത്തുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആത്മവിശ്വാസം വളരെയധികം താഴെ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അസാധാരണമായ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും.
അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ പുതിയ അവസരങ്ങൾ തുറന്നു ലഭിക്കുകയും ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില അസുഖങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള ചില പ്രയാസങ്ങൾ അത് നിങ്ങൾക്ക് ദോഷകരമായ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം നേടുവാനും മനക്ലേശങ്ങളിൽ ഒഴിഞ്ഞു പോകുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും ഭഗവാന്റെ കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. മുൻകൂട്ടി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം, അതായത് രാധാകൃഷ്ണ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിച്ച കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാത്തതായ സ്ഥിതിവിശേഷമാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളും അഥവാ വിചാരിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ അല്പമെങ്കിലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതായ സമയം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എത്ര തന്നെ ശ്രമിച്ചാലും കാര്യങ്ങൾ അനുകൂലമാകാത്ത അവസ്ഥ, കുടുംബത്തിൽ അല്പം അസ്വാരസ്യങ്ങൾ, മനസമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. മാറ്റങ്ങൾ വന്നു ചേരും. അത് ജീവിതത്തിൽ ചില പ്രകടമായ മാറ്റങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിക്കുന്നതും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഈശ്വരപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ചില നഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുകയോ തിരികെ വരികയോ ചെയ്യാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരാം. ആരുമായി യോജിച്ച് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ മറ്റുള്ളവരുടെ സഹായത്താൽ, സഹായ സഹകരണങ്ങളാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഇത്തരം വ്യക്തികളിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യമാണ് എങ്കിലും ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഡംബരം ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അതായത് ചില കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ ആഡംബരപൂർണമായ ചില വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുകയോ അത്തരം അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും അത് തീരില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർക്കും എന്ന കാര്യം, അഥവാ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല സഹായങ്ങളും നിങ്ങൾക്ക് ആവശ്യമായി വരാം. എന്നാൽ അതിൽ ചില സഹായങ്ങളെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കുക. പുറമെ സന്തോഷം കാണിക്കുന്നു, എന്നിരുന്നാൽ പോലും പല വിഷമങ്ങളും മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിൽ ചില വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഥവാ അത്തരത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. പല ദുഃഖങ്ങളും മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണ് നിങ്ങൾ.
എന്നാൽ അത്തരത്തിൽ ഒളിപ്പിച്ച ദുഃഖങ്ങളാണ് എങ്കിൽ പോലും അതൊരു പരിധിവരെ ഒഴിവാക്കുകയോ അത്തരം ചിന്തകൾ ഒഴിവാക്കുകയോ പരിഹാരം കണ്ടെത്തുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇന്ന് ഭഗവാനെ ആരാധിക്കുകയും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു.